നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും ഉപകാരമുള്ളൊരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ട്, പക്ഷേ ആരും അത് ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഫീച്ചറുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും എന്നാൽ ഒട്ടുമിക്ക ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ളതുമായിരിക്കും. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ഫീച്ചർ ഉപയോഗിക്കുന്നതിന് വേണ്ടി എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഞാൻ ഇതുപോലെ ഗൂഗിൾ സെർച്ച് ബാർ ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും ഇതുപോലെ ഒരു സെർച്ച് ബാർ. ഇനി സെർച്ച് ബാർ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കാണാം ഒരു സെർച്ച് ബാർ. ഈ സെർച്ച് ബാറിൽ ഏറ്റവും അവസാനത്തിൽ കാണുന്ന ഈ ഒരു ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോം സ്ക്രീനിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്കിവിടെ ഒരു സ്ക്രീൻ, ക്യാമറ സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ക്യാമറ സ്ക്രീൻ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ടെങ്കിലും പല ആളുകൾക്കും അറിയില്ല ക്യാമറ സ്ക്രീനിനെ കുറിച്ച്. ക്യാമറ സ്ക്രീൻ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഒരുപാട് ഫോട്ടോ വീഡിയോകൾ കാണും. ഇവിടെ സ്ക്രീൻഷോട്ട് എന്ന ഫീച്ചർ ഉണ്ട്. അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോ കാണാം, അതുപോലെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതിനകത്തുള്ള ഒന്നാമത്തെ ഫീച്ചർ, നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയിലകത്തുള്ള ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഇതാ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ടെക്സ്റ്റ് കാണാൻ സാധിക്കും. മലയാളത്തിൽ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഈ മൊത്തം ഈ ഇമേജിനകത്തുള്ള ടെക്സ്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്കത് മലയാളത്തിൽ ഉള്ളതാണെങ്കിൽ ഇംഗ്ലീഷിലോട്ടും, ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ മലയാളത്തിലേക്കും, അങ്ങനെ മറ്റ് ലാംഗ്വേജുകളിലേക്കൊക്കെ നമുക്കിവിടെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് കോപ്പി ചെയ്യാനും അതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് ലഭ്യമാണ്. അതല്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ടെക്സ്റ്റുകൾ, അതുപോലുള്ള എന്താണോ കണ്ടൻറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് മെസ്സേജുകൾ താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരികയും ചെയ്യും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തത്, ഇത് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന പലപ്പോഴും ഏതെങ്കിലും ലാംഗ്വേജിലുള്ള ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ്, ആ ഇമേജിനകത്തുള്ള ടെക്സ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോക്കകത്തുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതാണ് ഏറ്റവും മികച്ച ഒരു ഫീച്ചർ. രണ്ടാമത്തെ, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പുസ്തകമുണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിനകത്ത് എന്തെങ്കിലും ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് നമുക്ക് മലയാളത്തിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ലാംഗ്വേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ മുകളിൽ കാണുന്ന ക്യാമറ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ആ ടെക്സ്റ്റ് ഇതുപോലെ കിട്ടും. നമ്മൾ ഏത് പുസ്തകമാണെങ്കിൽ ആ പുസ്തകം, പേപ്പറാണെങ്കിൽ പേപ്പർ ഇതുപോലെ കിട്ടും. ഇതുപോലെ വെച്ച് കൊടുത്ത് താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ ലെൻസ് ഭാഗത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനകത്തുള്ള ടെക്സ്റ്റുകൾ പൂർണ്ണമായിട്ടും ഇതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ വന്നത് കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും മറ്റ് ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്ത് കാണാനും സാധിക്കും. പിന്നെ ഈ ഫീച്ചറിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വിലയും അത് എവിടെ വെച്ചാണ് അതിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ ഏത് വർഷമാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ എക്സ്പയർ ഡേറ്റ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.